എങ്ങനെ ഈ ഹോട്ടന്റുകൾ ഉപയോഗിച്ച് നല്ല ക്വാളിറ്റി പ്രിന്റുകൾ ഉണ്ടാക്കാം, എങ്ങനെ ഹോട്ടന്റുകൾ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് പ്രിന്റിന്റെ സ്പീഡ് കൂട്ടാൻ കഴിയും, ഒരു 3D പ്രിന്റർ എങ്ങനെയാണ് ഇതുപോലുള്ള പ്രിന്റുകൾ ജനറേറ്റ് ചെയ്യുന്നത്. ഇതുപോലൊരു പ്രിന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 90% വർക്ക് ചെയ്യുന്നത് 3D പ്രിന്ററിന്റെ ഹോട്ടന്റ് എന്നൊരു പാർട്ടാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ഫിലമെന്റിനെ ഹൈ ടെമ്പറേച്ചറിൽ മെൽറ്റ് ചെയ്ത് തിൻ സ്ട്രാൻഡ്സ് ഓഫ് ഫിലമെന്റ് ആക്കി മാറ്റുന്നത് ഈ ഒരു ഹോട്ടന്റ് ആണ്. പക്ഷേ ഈ അപ്ഗ്രേഡേഷന്റെ വീഡിയോയിൽ എന്തിനു ഹോട്ടന്റിനെ പറ്റി പറയണം? ഞാൻ എന്തിന് എന്റെ കയ്യിലുള്ള ഹോട്ടന്റ് അപ്ഗ്രേഡ് ചെയ്യണം? എല്ലാവരുടെയും കയ്യിലുള്ള പ്രിന്ററിൽ ഡീഫോൾട്ട് ആയിട്ട് വരുന്ന ഹോട്ടന്റിന് ഒരു സെർട്ടൺ എമൗണ്ട് ഓഫ് ടൈം മാത്രമേ നല്ല ക്വാളിറ്റി പ്രിന്റുകൾ ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കിപ്പോൾ മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ഫിലമെന്റിൽ പ്രിന്റ് ചെയ്യണം. അതായത് ഹൈ ടെമ്പറേച്ചർ ഫിലമെന്റുകളായ ABS-ലോ അല്ലെങ്കിൽ കാർബൺ ഫൈബർ അടങ്ങിയ ഫിലമെന്റിലൊക്കെ പ്രിന്റ് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഹോട്ടലിന് ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും. തുടർച്ചയായിട്ട് ഹോട്ടലിൽ ബ്ലോക്കുകൾ വരാൻ തുടങ്ങും. ഫിലമെന്റ് പ്രോപ്പർ ടെമ്പറേച്ചറിൽ പ്രിന്റ് ചെയ്യാതിരിക്കും. ആദ്യമൊന്നും കുഴപ്പമുണ്ടാവില്ല, പക്ഷേ ഇങ്ങനെ കാലക്രമേണ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. അത് മാത്രമല്ല നമ്മുടെ പ്രിന്റ് ക്വാളിറ്റിയും കുറയും. അപ്പൊ ഇതിനെല്ലാം വേണ്ടി ഒരു പെർമനന്റ് സൊല്യൂഷൻ ആണ് ഈ ഹോട്ടന്റ് അപ്ഗ്രേഡേഷൻ എന്ന് പറയുന്നത്. പക്ഷേ എങ്ങനെ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള കറക്റ്റ് ഹോട്ടന്റ് ചൂസ് ചെയ്യും? ഏത് ഹോട്ടന്റ് ചൂസ് ചെയ്താൽ ഇതുപോലുള്ള മൾട്ടിപ്പിൾ ഫിലമെന്റുകൾ, മൾട്ടിപ്പിൾ ടെമ്പറേച്ചർ റിക്വയർഡ് ആയിട്ടുള്ള ഹൈ ടെമ്പറേച്ചർ ഫിലമെന്റുകൾ എങ്ങനെ ഏത് ഹോട്ടന്റിൽ പ്രിന്റ് ചെയ്യാൻ സാധിക്കും? നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഹോട്ടന്റുകൾ ഏതെല്ലാമാണ്? ഇതെല്ലാം തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോയിലേക്ക് പോകാം. മൈ നെയിം ഈസ് ഹരികുമാർ ആർ. 3D പ്രിന്റിംഗ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ ഇത്തരം ഹോട്ടന്റുകളെ പറ്റി ഞാൻ ധാരാളം റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഏറ്റവും സിമ്പിളായ ഹോട്ടന്റുകളിൽ നിന്നും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസൈനുകൾ, ഏറ്റവും വിലക്കുറഞ്ഞതിൽ നിന്നും ഏറ്റവും വില കൂടിയത്. പക്ഷെ ഇവയുടെ എല്ലാം പർപ്പസ് സെയിമാണ്. പ്ലാസ്റ്റിക്കിനെ നമ്മുടെ പ്രിന്റായിട്ട് കൺവേർട്ട് ചെയ്യുക. പക്ഷെ ഇതിൽ നമുക്ക് ആവശ്യമായ കറക്റ്റ് ഹോട്ടന്റ് നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യും? നമ്മളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഹോട്ടന്റ് ഏതാണ്? അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇത്തരം ഹോട്ടന്റുകളിൽ ഏറ്റവും ബെസ്റ്റ്, അതായത് ഇപ്പൊ നിലവിലുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഹോട്ടന്റുകൾ ഏതെല്ലാമാണ്, എന്തുകൊണ്ടാണ് ഇവ ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ദ ക്ലാസിക് V6 എന്നൊരു മോഡലാണ്. ഇതിനെ ശരിക്കും ഒരു ഓൾറൗണ്ടർ എന്നാണ് വിളിക്കുന്നത്. കാരണം വളരെ ഈസി ടു യൂസ് ആയിട്ടുള്ള ഒരു ഹോട്ടന്റ് ആണ് ഈ V6 എന്ന് പറയുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയ ഇതിന്റെ പെക്യുലിയർ ഡിസൈൻ കാരണം മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ഫിലമെന്റുകൾ ഈ ഒരു ഹോട്ടന്റിൽ പ്രിന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വളരെ മികച്ച പ്രിന്റ് ക്വാളിറ്റി ഡെലിവറി ചെയ്യാൻ സാധിക്കും എന്നത് മാത്രമല്ല, മൾട്ടിപ്പിൾ അപ്ഗ്രേഡ് ഓപ്ഷൻസും ഈ ഒരു ഹോട്ടന്റിൽ അവൈലബിൾ ആണ്. വോൾക്കാനോ എന്നൊരു മോഡലാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇതിനെ സ്പീഡ് ഫ്രീക്ക് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം വളരെയധികം സ്പീഡിൽ പ്രിന്റ് ചെയ്താലും മികച്ച ക്വാളിറ്റി ഡെലിവറി ചെയ്യാനായിട്ട് ഈ ഒരു ഹോട്ടന്റിന് സാധിക്കും. അതുകൂടാതെ തന്നെ ഹൈ ടെമ്പറേച്ചർ മെറ്റീരിയൽസ് ആയിട്ടുള്ള PEEK എന്നിവയൊക്കെ വളരെ ഈസി ആയിട്ട് വളരെ നിസ്സാരം പ്രിന്റ് ചെയ്യാനായിട്ട് ഈ ഒരു വോൾക്കാനോ എന്നൊരു ഹോട്ടന്റ് മോഡലിൽ സാധിക്കും. സാധാരണ ഈ ഹോട്ടന്റ് വളരെയധികം ഉപയോഗിക്കുന്നത് 3D പ്രിന്റിംഗ് ഫാമിലും പ്രൊഡക്ഷൻ ഹൗസുകളിലൊക്കെയാണ്. കാരണം വ്യത്യസ്ത തരത്തിലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തും പ്രിന്റ് ചെയ്യാൻ സാധിക്കും, ഹൈ സ്പീഡിൽ പ്രിന്റ് ഫിനിഷ് ചെയ്യാനും പറ്റും, ഹൈ ക്വാളിറ്റി ഡെലിവറി ചെയ്യാൻ സാധിക്കും. ഒരു നെഗറ്റീവ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ ഒരു ഹോട്ടന്റിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, അതായത് ഹൈ ഫ്ലോ റേറ്റ് ആണ്. കുറച്ച് കൺസപ്ഷൻ കൂടുതലാണ്, ഫിലമെന്റ് കുറച്ച് അധികം കൺസ്യൂം ചെയ്യും ഈ ഒരു ഹോട്ടന്റ്. അത് മറ്റു ഹോട്ടന്റുകളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്ന ഒരു പോയിന്റ് ആണ്. അടുത്തതായിട്ട് മൂന്നാം സ്ഥാനത്തുള്ളത് ഡ്രാഗൺ എന്നൊരു മോഡലാണ്. നമുക്കറിയാം 3D പ്രിന്റിംഗ് ടൈമിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്ന ഒരു സംഭവമാണ് ഈ സ്ട്രിങ്ങിങ് എന്ന് പറയുന്നത്. TPU പോലുള്ള മെറ്റീരിയൽസ് ഒക്കെ പ്രിന്റ് ചെയ്യുന്ന ടൈമിൽ സ്ട്രിങ്ങിങ് വളരെ വലിയൊരു ഇഷ്യൂ ആണ്. ഫ്ലെക്സിബിൾ ഫിലമെന്റുകളായ TPU ഒക്കെ വളരെ നിസ്സാരം പ്രിന്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഹോട്ടന്റ് ആണ് ഈ ഡ്രാഗൺ എന്ന് പറയുന്നത്. ഇതിന്റെ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. അതുകൊണ്ട് തന്നെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ഒക്കെ സ്ട്രിങ്ങിങ് ഒന്നും കൂടാതെ വളരെ ഈസി ആയിട്ട് തന്നെ പ്രിന്റ് ചെയ്യാനായിട്ട് ഈ ഹോട്ടന്റിന് സാധിക്കും. ക്ലീൻ ആയിട്ടുള്ള പ്രിന്റുകൾ കിട്ടാനായിട്ട് ഈ ഒരു ഹോട്ടന്റ് വളരെ മികച്ച ഒരു ഓപ്ഷനാണ്. മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ഫിലമെന്റുകളും ഈ ഒരു ഹോട്ടന്റിൽ ഈസി ആയിട്ട് പ്രിന്റ് ചെയ്യാൻ സാധിക്കും. ഇനിയാണ് നമ്മൾ നമുക്ക് ബഡ്ജറ്റിന് പറ്റിയ ഹോട്ടന്റുകൾ ഏതൊക്കെയാണ്, എന്തുകൊണ്ട് ഇവ നമ്മൾ ചൂസ് ചെയ്യണം, ഇതിൽ ഏത് നമ്മൾ വാങ്ങണം എന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോട്ടന്റുകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് വാങ്ങാൻ കഴിയുന്ന ബഡ്ജറ്റിലുള്ളത്, നമുക്ക് നമ്മുടെ പ്രിന്ററിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും എന്ന് തോന്നുന്ന നല്ല ഹോട്ടന്റുകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മൈക്രോസ്വിസ് എന്ന കമ്പനിയുടെ ഹോട്ടന്റാണ്. വളരെ മികച്ചൊരു ഓൾ മെറ്റൽ ഹോട്ടന്റാണിത്. ഈ ഓൾ മെറ്റൽ ഹോട്ടന്റുകളായതുകൊണ്ട് തന്നെ ഇതിന്റെ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ വളരെ ഈവൻലി ആയിരിക്കും. നല്ല രീതിയിൽ എപ്പോഴും ഫിലമെന്റ് ഹീറ്റ് ആവും.
അതുകൂടാതെ തന്നെ ഈ ഒരു ഹോട്ട് എൻഡിന്റെ പ്രത്യേകതയാണ് മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ഫിലമെന്റുകൾ നമുക്ക് ഇതിൽ പ്രിന്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ആദ്യം പറഞ്ഞ ഹൈ ടെമ്പറേച്ചർ ഫിലമെന്റുകളൊക്കെ ഇതിൽ പ്രിന്റ് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ ടെമ്പറേച്ചർ ലിമിറ്റ് എന്ന് പറയുന്നത് സാധാരണ ഹോട്ട് എൻഡുകൾ, അതായത് ഡീഫോൾട്ട് ആയിട്ട് നമ്മുടെ പ്രിന്ററിന്റെ ഒപ്പം വരുന്ന ഹോട്ട് എൻഡുകളെക്കാളും കുറച്ചും കൂടെ കൂടുതലാണ്. അതായത് ഒരു 300 അടുപ്പിച്ചൊക്കെ ടെമ്പറേച്ചർ ഇതിൽ നമുക്ക് പ്രിന്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഈ ഒരു ഹോട്ട് എൻഡ് ചൂസ് ചെയ്യില്ല. കാരണം ഇതിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏകദേശം 10,000 11,000 അടുത്ത് പോകും. അടുത്ത പറയാൻ പോകുന്ന ഒരു ഹോട്ട് എൻഡ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്നത്. രണ്ടാമതായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ട് എൻഡ് എന്ന് പറയുന്നത് ക്രിയാലിറ്റിയുടെ സ്പൈഡർ എന്ന് പറയുന്ന ഒരു മോഡലാണ്. എനിക്ക് പേഴ്സണലി ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഹോട്ട് എൻഡ് ആണ് ഈ ഒരു ക്രിയാലിറ്റിയുടെ സ്പൈഡർ എന്ന് പറഞ്ഞ ഒരു മോഡൽ. ഇതിന്റെ വേർഷൻ 1 വേർഷൻ 2 ഒക്കെ ഇങ്ങനെ ക്രിയാലിറ്റി ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ വളരെ മികച്ചൊരു മോഡൽ തന്നെയാണ്. ഇതിനൊരു പ്രത്യേകതരം ഡിസൈനാണ്. ഇതിന് ടെമ്പറേച്ചറിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു മോഡലാണിത്. അതുകൂടാതെ തന്നെ ഒരു ഡയറക്ട് ഡ്രൈവ് എക്സ്ട്രൂഷൻ ടൈപ്പ് ഓഫ് ഹോട്ട് എൻഡ് ആണിത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചർ ഫിലമെന്റ് ആയിട്ടുള്ള PEK പോലുള്ള ഫിലമെന്റുകൾ പോലും നമുക്ക് ഈ ഒരു ഹോട്ട് എൻഡ് യൂസ് ചെയ്ത് പ്രിന്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഞാൻ കുറെ നേരം ഈ PEK എന്ന് പറയുന്നത്, എന്താണ് ഈ PEK ഫിലമെന്റ് എന്ന് പറയുന്നത്? PEK എന്നാൽ പോളി എത്തർ കീറ്റോൺ, ഇതാണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇത് സാധാരണ ഒരു ഹൈ ക്വാളിറ്റി ഫിലമെന്റ് ആണ്. അതായത് എയറോസ്പേസ് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട്, ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന, അതിനു വേണ്ടിയൊക്കെ 3D പ്രിന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഹൈ ക്വാളിറ്റി ഇൻഡസ്ട്രിയൽ ഫിലമെന്റ് നമുക്ക് പറയാൻ വേണമെങ്കിൽ. ഇതിന് വളരെ ഹൈ ടെമ്പറേച്ചേഴ്സ് റിക്വയർഡ് ആണ്. വളരെയധികം ഡ്യൂറബിലിറ്റി ഒക്കെ ഉള്ള ഒരു ഫിലമെന്റ് ആണ് ഈ PEK എന്ന് പറയുന്നത്. ഓക്കെ, എനിവേസ്, അപ്പൊ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്രിയാലിറ്റിയുടെ സ്പൈഡർ ഹോട്ട് എൻഡ് വാങ്ങിക്കാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. കാരണം ഇത് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇതൊരു 6,000 അടുപ്പിച്ചൊക്കെ വരുന്നുള്ളൂ ഈ ഒരു ഹോട്ട് എൻഡിന്. വളരെ മികച്ച പ്രിന്റ് ക്വാളിറ്റി ഡെലിവർ ചെയ്യാനായിട്ട് ഈ ഒരു ഹോട്ട് എൻഡിന് സാധിക്കും എന്നത് മാത്രമല്ല, ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഹോട്ട് എൻഡ് നമ്മുടെ പ്രിന്ററിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയധികം ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു ബഡ്ജറ്റിൽ വരുന്ന ഹോട്ട് എൻഡ് വേറെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. സോ ഫ്രണ്ട്സ്, വളരെ മികച്ച ക്വാളിറ്റിയാണ് ഇപ്പോൾ ഈ ഒരു ഹോട്ട് എൻഡിൽ നിന്ന് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൂടാതെ തന്നെ ഞാൻ മൾട്ടിപ്പിൾ ഫിലമെന്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഹൈ ടെമ്പറേച്ചറിലാണ് ഞാൻ പല ഫിലമെന്റുകളും പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതെല്ലാം സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ഹോട്ട് എൻഡ് ഉണ്ടെങ്കിൽ മാത്രമാണ്. കാരണം നമ്മുടെ കയ്യിലുള്ള ഡീഫോൾട്ട് ആയിട്ടുള്ള ഹോട്ട് എൻഡ് യൂസ് ചെയ്ത് നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പലതരത്തിലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് ബ്ലോക്ക് വരാനായിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അത് മാത്രമല്ല, പെട്ടെന്ന് തന്നെ ഈ ഒരു ഹോട്ട് എൻഡിന്റെ ഈ മെൽറ്റിംഗ് കപ്പാസിറ്റി ഇല്ലാതെ നമ്മുടെ കയ്യിലുള്ള ഹോട്ട് എൻഡിന് വളരെ വലിയ ടെമ്പറേച്ചേഴ്സ് ഒന്നും ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും അതിനില്ല. അതിന് മാക്സിമം പോയാൽ 250 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ മാക്സിമം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്ന ഈ സ്പൈഡർ ഹോട്ട് എൻഡിനൊക്കെ 300-350 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. സോ ഗൈസ്, ഹോട്ട് എൻഡുകളെ പറ്റിയുള്ള നിങ്ങളുടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. See you in the next video. Till then, bye.